എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെഡ്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാനൊരു പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഫസ്റ്റ് പോയിന്റ്, ബെഡ്റൂം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ബെഡ്റൂമിൻ്റെ ഡയറക്ഷന് സൗത്തിൽ അല്ലാതിരിക്കുക. അപ്പം സൗത്തിൽ നിന്ന് അല്ലാതെ വേറെ ഏതെങ്കിലും ഡയറക്ഷനിൽ ബെഡ്റൂം നമ്മൾ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ സൗത്ത് ഡയറക്ഷനിലാണ് നമ്മൾ ഉച്ചൻ്റെ ശേഷം സൂര്യന് നേരിട്ട് അടിക്കാനുള്ള ചാൻസ് സൗത്ത് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ സൗത്ത് ഡയറക്ഷനിലല്ലാത്ത ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാറ്റുക. നമ്മൾ സൗത്ത് ഡയറക്ഷനിൽ നമുക്ക് ഇപ്പോൾ സിറ്റ് ഔട്ട് കൊടുക്കാം, കോർട്ട്യാർഡ് ഇങ്ങനത്തെ ഒക്കെ കൊടുക്കാം. സൗത്ത് ഡയറക്ഷനിൽ നമ്മൾ ബെഡ്റൂം മാക്സിമം ഒഴിവാക്കുക. പിന്നെ അടുത്ത പോയിന്റാണ് വിഷ്വൽ പ്രൈവസി. അപ്പോൾ നമ്മൾ ബെഡ്റൂമിക്ക് നമുക്ക് ആക്സസ് ഡൈനിങ് ഹാളിൽ നിന്നാവും. അപ്പോൾ ഡൈനിങ് ഹാളിൽ നമുക്കൊരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ നമ്മൾ ബെഡ്റൂം സെറ്റ് ചെയ്യാം. ബെഡ്റൂമിലേക്ക് നമുക്ക് നേരിട്ട് വിഷ്വലി ഇല്ലാത്ത രീതിയിൽ നമ്മൾ ബെഡ്റൂം പ്ലേസ് ചെയ്യാം. അതിൻ്റെ 2 ഉദാഹരണങ്ങൾ ഞാൻ കൊടുക്കാം. പ്രൈവസി ഉള്ളതും പ്രൈവസി ഇല്ലാത്തതുമായ ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഉദാഹരണത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇത് ഡൈനിങ് ഹാളിൻ്റെ സിറ്റിങ്ങിൽ നിന്ന് നേരെ നമ്മളെ ബെഡ്റൂമിക്ക് വിഷ്വലി കാണാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പം ഇതൊരു വിഷ്വലി പ്രൈവറ്റ് അല്ലാത്തൊരു ഡിസൈനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ മറ്റേ ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഈ ഉദാഹരണത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഡൈനിങ് ഹാളിൻ്റെ സിറ്റിങ്ങിൽ നിന്ന് നേരെ നമ്മളെ ബെഡ്റൂമിക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അത് വിഷ്വലി പ്രൈവറ്റ് ആയ ഒരു ഡിസൈനാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇവിടെ നമ്മളൊരു ചെറിയൊരു ബഫർ സ്പേസ് കൊടുത്തപ്പോൾ നമ്മളെ ഒരു പ്രൈവസി കിട്ടി നമ്മളെ ബെഡ്റൂമിക്ക്. പിന്നുള്ളതാണ് നമ്മൾ ക്രോസ് വെന്റിലേഷൻ. അപ്പോൾ ബെഡ്റൂം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു വിൻഡോ അല്ലാതെ 2 വിൻഡോ കൊടുക്കുക. അതും ക്രോസ് വെന്റിലേഷൻ നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നമുക്ക് വലിയ ചൂടാവും ബെഡ്റൂം നമുക്ക് അനുഭവപ്പെടുക. പിന്നത്തതാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ സ്വിച്ച് പ്ലേസ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. നമുക്ക് ഇപ്പം ഡോറ് നമ്മൾ തുറന്ന് പെട്ടെന്ന് ആക്സസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ ലൈറ്റിൻ്റെ സ്വിച്ചും ഒക്കെ കൊടുക്കേണ്ടത്. ലൈറ്റിൻ്റെയും ഒക്കെ ഫാനിൻ്റെയും സ്വിച്ചൊക്കെ കൊടുക്കേണ്ടത്. നമ്മൾ ബെഡിൽ നിന്ന് നേരെ ആക്സസ് ഉള്ള സ്ഥലത്താണ് അവിടെ നമ്മൾ ലൈറ്റിൻ്റെ സ്വിച്ചും ഫാൻ, AC ഇങ്ങനത്തെ സ്വിച്ചൊക്കെ അവിടെ നമ്മൾ ആക്സസ് കൊടുക്കണം. അപ്പം സ്വിച്ച് ബെഡിൽ നിന്ന് നേരെ ആക്സസ് കിട്ടുന്ന സ്ഥലത്തും നമ്മൾ കയറി ചെല്ലുന്ന ഡോറ് നേരെ തുറന്ന് ആക്സസ് കിട്ടുന്ന സ്ഥലത്തും നമ്മൾ ഇത് പ്ലേസ് ചെയ്യുക സ്വിച്ച്. പിന്നെ നമ്മൾ അടുത്ത സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ബെഡിൻ്റെ ഹെഡിൻ്റെ നേരെ വിൻഡോ കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ ഹെഡിൻ്റെ നേരെ വിൻഡോ കൊണ്ടുവന്നാൽ നമുക്ക് വെയിലടിക്കും, പിന്നെ ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം.